നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭാരതമധ്യത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന മണിവിളക്കാണ് ഭഗവത്ഗീത. മഹാഭാരതവും രാമായണവും സഹസ്രാബ്ദങ്ങളായി ഭാരതീയ ജനതയെ ഗാഠമായി സ്വാധീനിച്ചിട്ടുള്ള ഉദാത്തങ്ങളായ രണ്ട് ധർമ്മഗ്രന്ഥങ്ങളാണ്. രാമായണം മുഗ്ധസുന്ദരമായ ഒരു നീതിശാസ്ത്രമാണെങ്കിൽ മഹാഭാരതം ഉദാരഗഹനമായ ഒരു സാമൂഹിക ശാസ്ത്രമാണ്. മഹാഭാരതത്തിൽ വ്യാസദേവൻ അസംഖനായി ഇരുളും പ്രകാശവും ഇടകലർന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വിചിത്ര ചിത്ര പരമ്പര ആലേഖനം ചെയ്യുന്നു. ലോകത്തോടുള്ള വ്യാസ സന്ദേശമാണ് ഭഗവത്ഗീത. സർവജ്ഞാനസാരമായ ഗീത സമഗ്ര ജീവിത വികാസത്തിൻ്റെ പൂർണ്ണശാസ്ത്രമാണ്. ഗീതോപദേശം ചെയ്ത് കൃഷ്ണനും അതുകേട്ട അർജുനനും രേഖപ്പെടുത്തിയ വ്യാസനും ഉണ്ടായ സമാധിലയം നമുക്കുമുണ്ടാകണം. എങ്കിലേ ഭഗവത്ഗീത പഠനം പ്രയോജനമാകൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കുത്രാനൃതേഭ്യ പാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. കുത്രാനൃതേഭ്യ പാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 45-ാം ശ്ലോകത്തിലെ ചോദ്യം ആരാണ് ക്ഷയിക്കുന്നത് എന്നാണ്. ദുരഹങ്കാരമുള്ളയാൾ ക്ഷയിക്കുമെന്ന് ആചാര്യൻ മറുപടി നൽകുന്നു. അടുത്ത ചോദ്യം ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്തയാൾ ആരെന്നാണ്. ഈ രണ്ട് ചോദ്യങ്ങളെയും വിശകലനം ചെയ്യുകയാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിലെ
46-ാമത് ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ആദ്യത്തെ പ്രശ്നം കോ വർദ്ധതേ എന്നായിരുന്നു. ആരാണ് വളരുന്നത്, വലുതാകുന്നത്? അതിന് മറുപടി പറഞ്ഞു വിനീതഃ, വിനീതനാണ്, വിനയമുള്ളവനാണ്. വിനയം, നമ്രത ഉള്ളയാൾ വളരുന്നു. ഉടനെ അടുത്ത ചോദ്യം വരികയാണ് കോ വാ ഹീയേത, ആര് ക്ഷയിക്കും, ആര് ക്ഷയിക്കും? അപ്പോൾ വളരുന്നത് വിനീതനാണ്. അപ്പോൾ വരുന്ന ചോദ്യമാണ് ആര് ക്ഷയിക്കും? യോ ദൃപ്തഃ, ആരാണോ ദുരഹങ്കാരി, അഹങ്കാരത്തോടു കൂടിയവൻ. അഹങ്കാരത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ ദുരഭിമാനത്തോടു കൂടിയവൻ, ദുരഹങ്കാരത്തോടു കൂടിയവൻ, അയാൾ നിശ്ചയമായും ക്ഷയിക്കും. ജീവിതത്തിൽ നമ്മുടെ അധഃപതനത്തിന് ഏറ്റവും വലിയ കാരണമാണ് ദുരഹങ്കാരം. വാസ്തവത്തിൽ ഒന്നിൻ്റെ പേരിലും നമുക്ക് അഹങ്കരിക്കാനില്ല, ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അപ്പോൾ അഹങ്കാരം എന്നുള്ളത്, ദുരഹങ്കാരം എന്നുള്ളത് അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ആ അറിവില്ലായ്മ കൊണ്ട് തീർച്ചയായിട്ടും ക്ഷയമാണ് ഏർപ്പെടുക. തുടർന്ന് ചോദിക്കുകയാണ് കോ നഃ പ്രത്യേതവ്യഃ, കഹ ന പ്രത്യേതവ്യഃ. പ്രത്യേതവ്യഃ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യോഗ്യൻ, വിശ്വാസയോഗ്യൻ. കഹ ന പ്രത്യേതവ്യഃ, ആരാണ് വിശ്വാസയോഗ്യനല്ലാത്തത്? ഈ ലോകത്തിൽ വ്യവഹാരത്തിൽ ആരെ വിശ്വസിക്കാൻ കൊള്ളില്ല? മറുപടി ലളിതമാണ്, നുണ പറയുന്ന ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് തന്നെയാണ് പറയണത്. യഹ ച ശശ്വത് അനൃതം ബ്രൂതേ, യഹ അനൃതം ബ്രൂതേ, യാതൊരുവൻ അസത്യം പറയുമോ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അസത്യം പറയുന്ന ആൾ ഒരിക്കലും വിശ്വാസയോഗ്യനല്ല. ഒരിടത്ത് ഒരാളോട് അസത്യം പറയുന്നുവെങ്കിൽ ഉറപ്പാണ് അയാൾ എല്ലായിടത്തും അസത്യം പറയും. ഒരിടത്ത് അസത്യം പറയുന്നവന് മറ്റൊരിടത്തും അസത്യം പറയാം. ഒരാളോട് അസത്യം പറയുന്ന ഒരാൾക്ക് മറ്റൊരാളോടും പറയാം. കാരണം അസത്യം പറയുക എന്നുള്ളത് ഒരു സ്വഭാവ വിശേഷമാണ്. അപ്പോൾ അസത്യം പറയുന്നവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെ ഒരു വിശേഷമുള്ളത് ബ്രൂതേയശ്ച അനൃതം ശശ്വത് എന്നാണ്. ശശ്വത്, എപ്പോഴും എപ്പോഴും നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ പ്രയോഗം കാണുമ്പോൾ നമുക്കൊരു സംശയം വരുന്നുണ്ട്. ആര് നുണ പറയുമോ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാം. പക്ഷേ എപ്പോഴും നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നുണ പറയാമെന്നാണോ അഭിപ്രായം? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യമാണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നോക്കൂ, കുത്രാനിർദേപ്യപാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. കുത്രാനിർദേപ്യപാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. കുത്ര അനൃതേ അപി അപാപം. അനൃതം അസത്യം, ഋതം സത്യം, ഇവ സമാനാർത്ഥകങ്ങളാണ്. ഇനി രണ്ട് ശബ്ദവും പ്രയോഗിക്കുമ്പോൾ ഋതശബ്ദത്തിന് ആത്യന്തികമായ സത്യമെന്നും സത്യശബ്ദത്തിന് എല്ലാ പ്രകാരത്തിലുമുള്ള സത്യമെന്നും അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ അസത്യം പറഞ്ഞാലും പാപമില്ലാത്തത് എവിടെയാണ്? ഇതാണ് ചോദ്യം. പാപകരമല്ലാത്ത അസത്യം ഏതാണെന്നാ ചോദ്യം. ഇവിടെ വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമുണ്ട്. ശ്രുതി വ്യക്തമായി ഒരു കാരണവശാലും അസത്യം പറയരുതെന്ന് നിർദ്ദേശിക്കുന്നു. സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ എന്നുള്ളതിന് എല്ലാ സത്യവും വിളിച്ച് പറയണമെന്ന് അർത്ഥമില്ല. പക്ഷെ ഒരു കാരണവശാലും അസത്യം പറഞ്ഞുകൂടാ. ഇതാണ് ശ്രുതിയുടെ പക്ഷം. എന്നാൽ സ്മൃതികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ
അസത്യഭാഷണം പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് രോഗിയോട് തമാശയ്ക്ക് വിവാഹ വിഷയത്തിൽ സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അസത്യം പറയുന്നതിനെക്കുറിച്ച് സ്മൃതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രുതിയാകട്ടെ ഒരു കാരണവശാലും അസത്യം പറയരുതെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. അസത്യം പറയുന്ന ആൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകുമെന്നാണ് ശ്രുതി പറയുന്നത്. വേരോടുകൂടെ ഉണങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ സമൂലം നശിക്കുക എന്നർത്ഥം. അത്ര പോലും അസത്യം പറയരുത് എന്നുള്ളതാണ് ശ്രുതിയുടെ പക്ഷം. എന്നാൽ സ്മാർത്ഥമായിരിക്കുന്ന പക്ഷത്തിനനുസരിച്ച് ചില സന്ദർഭം പറയുന്നു. ആ സന്ദർഭത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കുത്ര അനൃതേ അപി അപാപം. അനൃതേ അപി, അസത്യത്തിലും, കുത്ര അപാപം, എവിടെയാണ് പാപമില്ലാത്തത് വെച്ചാൽ പാപം, അസത്യം പറഞ്ഞാലും പാപമില്ലാത്തത് എവിടെയാണ്? മറുപടി യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന അസത്യം പാപകരമല്ല. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന അസത്യം പാപകരമല്ല. ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി, ഈ പ്രപഞ്ച വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം കുലത്തെ നിലനിർത്താൻ വേണ്ടി, രാഷ്ട്രത്തെ നിലനിർത്താൻ വേണ്ടി, സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയൊക്കെ ഒരാൾ അസത്യം പറഞ്ഞാൽ അത് പാപകരമല്ല. ഇത് തീർത്തും വ്യാവഹാരിക തലത്തിലുള്ള ഒരു വർണ്ണനയാണ്. ഈ വിഷയം നമുക്ക് വിചാരത്തിന് വയ്ക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ഓം അമൃതേശ്വരിയെ നമഃ. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ ഒരാളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണ ഭട്ടതിരിയെ നമ്മൾ സ്മരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത്, സുപ്രസിദ്ധ സ്തോത്രകാവ്യമായ നാരായണീയത്തിൻ്റെ കർത്താവ്, രചയിതാവ് എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹത്തെ പ്രണമിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. നാരായണീയം രചിച്ചു എന്ന ആ മഹത് കൃത്യത്തിന് അദ്ദേഹത്തോട് കൃതജ്ഞത പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു ശ്ലോകമാണ്. മോക്ഷാബ്ധി സാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വ മായാമയോഘ പരിതപ്തജനായ യോദാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ എന്നാണ് ആ ശ്ലോകം. നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണ എന്നു പേരായ ആ ഭട്ടപാദർക്ക്, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന് നമസ്കാരം. എന്താണ് അദ്ദേഹം ചെയ്ത സംഭാവന? ഈ ശ്ലോകമനുസരിച്ച് ഭാഗവതത്തെ ചുരുക്കി നമുക്ക് നൽകി. ഈ ശ്ലോകത്തിൽ അത് വളരെ കാവ്യാത്മകമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, മോക്ഷാബ്ധി സാരമയ ഭാഗവതാഖ്യ ദധ്നോ. ശ്രീമദ് ഭാഗവതം നമുക്കറിയാവുന്ന ഗ്രന്ഥമാണ്. ലോകം മുഴുവനും കൃഷ്ണഭക്തന്മാർ, വിഷ്ണുഭക്തന്മാർ നെഞ്ചേറ്റി പരിലാളിക്കുന്ന ഗ്രന്ഥമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ കഥ, ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാര കഥ, ഭക്തിയുടെ ചരിത്രം, ഇതെല്ലാമാണ് അതിലെ വിഷയം. അത് മോക്ഷാബ്ധി സാരമയമാണ്. അത് മോക്ഷത്തിൻ്റെ ഒരു കടലാണത്. മോക്ഷത്തിന് പല മാർഗങ്ങളുമുണ്ട്. നമുക്കറിയാം, വേദാന്തം, യോഗം, കർമ്മം, ഭക്തി, ഇങ്ങനെ പല മാർഗങ്ങളുള്ളതിൽ ഭാഗവതം അതിൻ്റെ സാരമാണ്. എല്ലാ മോക്ഷമാർഗങ്ങളുടെയും സാരസംഗ്രഹം നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് മോക്ഷാബ്ധി സാരമയ ഭാഗവതം എന്നാണ് പറയുന്നത്. അതിനെ ഒരു തൈര് കൊണ്ടുണ്ടാക്കിയ കടലാണെന്ന് വിചാരിക്കുക, ദധിസാഗരം. അങ്ങനെയുള്ള ആ തൈര് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ ഭാഗവതത്തിൻ്റെ സാരാംശം മുഴുവനും എങ്ങനെ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുമ്പോൾ തൈരിൻ്റെ സാരാംശം നമുക്ക് കിട്ടുമോ, അങ്ങനെ നമുക്ക് പ്രദാനം ചെയ്ത വ്യക്തിയാണ് നാരായണ ഭട്ടതിരി. എങ്ങനെ? ആ ഭാഗവതത്തിനെ കടഞ്ഞെടുത്ത വെണ്ണയാകുന്ന നാരായണീയം നമുക്ക് നൽകി. മോക്ഷാബ്ധി സാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വ. ആ നാരായണീയം ആകുന്ന വെണ്ണ കടഞ്ഞെടുത്തിട്ട്
മായാമയൗഘ പരിതപ്തജനായ യോധാത്, മായാമയമായ ദുഃഖങ്ങൾ കൊണ്ട് പരിതപ്തരായ ജനങ്ങൾക്ക്, സന്തപ്തരായ ജനങ്ങൾക്ക് ആ വെണ്ണ പ്രദാനം ചെയ്തു. മായാമയൗഘ പരിതപ്തജനായ യോധാൻ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. അങ്ങനെയുള്ള നാരായണ ഭട്ടപാദർക്ക് നമസ്കാരം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം നാരായണ ഭട്ടതിരിയുടെ ഏറ്റവും വലിയ സംഭാവന നാരായണീയം നമുക്ക് നൽകിയെന്നുള്ളതാണ്. നമുക്ക് ഭാഗവതം 18,000 ശ്ലോകങ്ങളാണ്. അത് മുഴുവനും വായിച്ച് ആസ്വദിക്കാനും അതിനെ പാരായണം അനുഷ്ഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ സാരം ഇതാ ഞാൻ നാരായണീയമായി നിങ്ങൾക്ക് നൽകുന്നു. 1034 ശ്ലോകങ്ങളുള്ള ഈ നാരായണീയം അത് പാരായണം ചെയ്ത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ ശ്രീമദ് ഭാഗവതം മോക്ഷത്തിൻ്റെ സാരാംശമായ ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതാണ് നാരായണ ഭട്ടതിരി നമുക്ക് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. പണ്ട് കേരളത്തിൻ്റെ മാത്രമെന്ന് പലരും വിശ്വസിച്ചിരുന്ന നാരായണീയം ഇന്ന് ലോകത്തിൻ്റെ മുഴുവനുമായി. ഗുരുവായൂരപ്പനെയാണ് അതിൽ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് കഥയറിയാം. നാരായണ ഭട്ടതിരി വാതരോഗപീഡിതനായി ആ വാതരോഗ ശമനത്തിന് ഗുരുവായൂർ വന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്തോത്രമായിട്ട്, സ്തുതിയായിട്ട്, കീർത്തനമായിട്ട് നാരായണീയം എഴുതുകയാണ് ചെയ്തത്. അതിൻ്റെ ഇതിവൃത്തം ഭാഗവതത്തിൻ്റെ ഇതിവൃത്തം തന്നെ. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റേതായൊരു സ്വകാര്യ സ്വത്തെന്ന് നമ്മൾ കരുതിയിരുന്ന നാരായണീയം അതിൻ്റെ മഹത്വം കൊണ്ട് അതിരുകൾ ലംഘിച്ച്, കേരളത്തിൻ്റെ ഈ അതിർത്തികൾ ലംഘിച്ച് ഭാരതം മുഴുവനും ഇന്ന് അംഗീകരിക്കപ്പെട്ടു. ലോകം മുഴുവനും ഇപ്പോൾ അംഗീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമായും ഭക്തി തന്നെ, യാതൊരു സംശയവുമില്ല. ഭാഗവതത്തെ പോലെ ഭക്തിപ്രധാനം തന്നെയാണ് നാരായണീയം. പക്ഷേ അതിനു പുറമേ ഒരു കാവ്യത്തിൻ്റേതായ സവിശേഷതകളും നമുക്ക് നാരായണീയത്തിൽ കാണാം. കാവ്യത്തിൽ നമുക്കറിയാം നവരസങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ പല പല വൃത്തങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ സാഹിത്യത്തിലൊക്കെ കാണാം. കവിതകളിൽ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. നാടകീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാം. ഇതെല്ലാം നമുക്ക് നാരായണീയത്തിലും കാണാൻ സാധിക്കും. ഇപ്പോൾ നരസിംഹാവതാരം വരുന്ന സമയത്ത് ആ ഭാഷയൊക്കെ വളരെ ജടിലമായൊരു ഭാഷ, നമ്മളെല്ലാം ഒരു ഭീകരമായ സംഭവം അവിടെ നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഭാഷ. അതുപോലെ കാളിയൻ്റെ മുകളിലേറി കൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ ഒരു നൃത്തത്തിൻ്റേതായ താളത്തോടു കൂടിയ ഒരു ഭാഷ, പദ്യശൈലി. അതുപോലെ രാസക്രീഡ, കൃഷ്ണൻ ഗോപികമാരുമായി ആടുമ്പോൾ ഒരു ലാസ്യ നൃത്തത്തിൻ്റേതായ ശൈലി. ഇങ്ങനെ ഭാഷയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് കാവ്യസുന്ദരമായ രീതിയിൽ നാരായണീയം ഭാഗവത കഥകളെ, ഭാഗവത തത്വങ്ങളെ അവതരിപ്പിക്കുന്നു. പിന്നെ ഈ ഭട്ടതിരി, നാരായണ ഭട്ടതിരി മഹാപണ്ഡിതനായിരുന്നു. വ്യാകരണത്തിലെ മറുകര കണ്ട സംസ്കൃത വ്യാകരണത്തിൻ്റെ പാരംഗതനായ ഒരു പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് നാരായണീയത്തിൽ സംസ്കൃത ഭാഷയുടെ ആ പ്രയോഗ ശൈലിയിലുള്ള വൈവിധ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. സൗന്ദര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചമത്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സർവഗുണസമ്പന്നമായ ഒരു കൃതിയാണ് നാരായണീയം. അത് സ്തോത്രമാണ്, കാവ്യമാണ്, അതേപോലെ തന്നെ ഭാഗവത സംഗ്രഹവുമാണ്. ഇതുമാത്രമല്ല നാരായണ ഭട്ടതിരി നമുക്ക് നൽകിയത്. അദ്ദേഹം അനേകം രചനകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 70-ാം വയസ്സിൽ, ഇത് 27-ാം വയസ്സിലാണ് നാരായണീയം എഴുതുന്നത്. അദ്ദേഹം 70 വയസ്സായപ്പോൾ മലബാറിലുള്ള മുക്കോല ക്ഷേത്രത്തിൽ അവിടുത്തെ ദേവിയെ ഉപാസിച്ചുകൊണ്ട് ശ്രീപാദ സപ്തതി എന്നു പേരായ 70 ശ്ലോകങ്ങളുള്ള ഒരു സുന്ദരമായ രചന ദേവീപരമായി രചിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഒരു കാവ്യം രചിച്ചു, ധാതു കാവ്യം എന്ന പേരിൽ. അത് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന സമയം മുതലുള്ള കഥകളാണ് അതിൽ വർണ്ണിക്കുന്നത്. അതിൽ ആ കഥ ശ്രീകൃഷ്ണചരിതം തന്നെയാണെങ്കിലും വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടി രചിച്ച ഒരു കൃതിയാണ്. പിന്നെ അദ്ദേഹം പ്രക്രിയാ സർവസ്വം എന്നു പേരായ മഹത്തായ ഒരു വ്യാകരണ ഗ്രന്ഥം തന്നെ എഴുതി. സംസ്കൃത വ്യാകരണം പഠിക്കുവാൻ കേരളത്തിൽ പലരും ആശ്രയിച്ചിരുന്ന വലിയൊരു പ്രൗഢഗംഭീരമായ ഗ്രന്ഥമാണ് പ്രക്രിയാ സർവസ്വം. പാണിനിയുടെ വ്യാകരണം, സംസ്കൃത വ്യാകരണമെല്ലാം വളരെ വിദ്യാർത്ഥികൾക്കൊക്കെ പിന്തുടരാനും മനസ്സിലാക്കാനും അതനുസരിച്ച് സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാനുമൊക്കെ സൗകര്യമുണ്ടാക്കുന്ന ഒരു ബൃഹത് രചന പ്രക്രിയാ സർവസ്വം അദ്ദേഹം രചിച്ചു.
പിന്നെ വേദത്തെക്കുറിച്ച്, വേദത്തിലെ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരനാസികം ചമ്പു, അപാണനീയ പ്രാമാണ്യ സാധനം എന്നെല്ലാം പേരായ അനേകം കൃതികൾ സംസ്കൃത ഭാഷയിൽ നാരായണ ഭട്ടതിരി രചിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എപ്പോഴും ലോകപ്രശസ്തി, പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ആ ജനപ്രീതി എപ്പോഴും നാരായണീയ രചനയിലൂടെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം മനുഷ്യ മനസ്സിന് ഉത്കർഷം നേടിക്കൊടുക്കുവാൻ തൻ്റെ പാണ്ഡിത്യത്തെയും തൻ്റെ ഭക്തിയെയും തൻ്റെ കവിത്വത്തെയും സമഞ്ജസിപ്പിച്ചുകൊണ്ട് നാരായണ ഭട്ടതിരി പ്രദാനം ചെയ്ത അനേകങ്ങളായ രചനകൾ ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായി തീർന്നു. നമ്മുടെ ഈ കൈരളി ലോകത്തിന് സംഭാവന ചെയ്ത, ഈ മലയാള നാട് ലോകത്തിന് സംഭാവന ചെയ്ത മഹാപ്രതിഭയായിരുന്നു നാരായണ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ സ്മരണയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നുള്ള ഊർജം നേടി മുന്നോട്ട് പോകലുമെല്ലാം നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തുംഗ സോപാനങ്ങളിലേക്ക് നയിക്കും. അതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കാലടികളെ പിന്തുടരുവാൻ നമുക്ക് ശ്രമിക്കാം. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ॐ कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे. ॐ कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे. ॐ कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे. कृष्णा हरे जय कृष्णा हरे गुरुवायूरप्पा कृष्णा हरे. पार्थ सारथे कृष्णा हरे राधिकापते कृष्णा